ഹലോ, വെൽക്കം ടു ഷാനുസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പച്ചരി വെച്ചിട്ട് ഒരുപാട് തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അരിപ്പൊടി വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് നല്ല ആരെടുത്ത പോലെയുള്ള കലത്തപ്പം നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് നമുക്ക് അരച്ച പാടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കലത്തപ്പമാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ല, നല്ല ആരെടുത്ത സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ രണ്ട് കലത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒന്നിനുള്ള മാവ് അരച്ചെടുക്കുകയാണ്. 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 3 ടേബിൾ സ്പൂൺ ചോറ് വേവിച്ച ചോറാണ്. പിന്നെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് ശർക്കര പാവ് ഒഴിച്ച് റെഡിയാക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിക്കണ്ട. വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടക്കാം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അരച്ചെടുക്കുമ്പോൾ അരഞ്ഞ് കിട്ടില്ല. ബ്ലേഡ് ഇങ്ങനെ കറങ്ങിയിട്ടൊരു വല്ലാത്ത സൗണ്ടിലത് ഇതായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഒട്ടും തരിയില്ലാണ്ട് വേണം നമ്മൾ ഇത് കലത്തപ്പത്തിനുള്ള മാവ് അരച്ചെടുക്കാനായിട്ട്. തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും മാവ് പൊങ്ങി കിട്ടില്ല, സോഫ്റ്റായിട്ടും കിട്ടില്ല. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കലത്തപ്പത്തിനുള്ള മാവാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കരടൊക്കെ അരിച്ച് മാറ്റി വെച്ചതാണ്. ആ ചൂടോട് കൂടി തന്നെ നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൂടെ തന്നെ കൈ എടുക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ചൂടോടുകൂടി വേണം നമ്മൾ ശർക്കര പാവ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. 2 കലത്തപ്പം ഉണ്ടാക്കാനുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 8 ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, കൈ എടുക്കാണ്ട്. ഒട്ടും തന്നെ കട്ട കെട്ടാണ്ട രീതിയിൽ വേണം നമ്മൾ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട്. ഈ നമ്മൾ ദോശയൊക്കെ ചുടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയിലല്ല, നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം. എങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ആരെടുത്ത പോലുള്ള കലത്തപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. കൂടെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോവും. രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലായിട്ട് ഇട്ട് കൊടുക്കാനാണ്. കുറച്ച് മാത്രം ഇതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഞാനൊരു പകുതി ഭാഗം ഇതിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിലിടുക. എന്നിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഈ ഒരു മാവിൻ്റെ പകുതി ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഒരു കലത്തപ്പത്തിനുള്ള മാവുണ്ട്. ഇനി ഇതിൻ്റെ മേളിലേക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായ തേങ്ങാക്കൊത്തും ചെറുള്ളി കുറച്ചും കൂടി ഇതിലേക്ക് മേളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടാം. കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഊരി വെക്കാം. എന്നിട്ടൊരു 6-7 മിനിറ്റ് അത്രയും മതിയാവും. മിനിമം ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് ആവി പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ സമയം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന്.
ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. നല്ലതുപോലെ ആവി വരുന്നത് കാണുമ്പോൾ നമുക്ക് മൂടി തുറക്കാം. കണ്ടില്ലേ, നമ്മുടെ കലത്തപ്പം ഇവിടെ നന്നായിട്ട് പൊങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം. ടോപ്പിക്ക് വെച്ചുകൊണ്ട് കുത്തി നോക്കാം. നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ അടിയൊന്നും കരിഞ്ഞു പോവാണ്ട രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേറൊരു കലത്തപ്പം കൂടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണാം. എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ ചോറ് കൂട്ടുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കലത്തപ്പം ഓവറായിട്ട് സോഫ്റ്റ് ആവും, കുഴഞ്ഞു പോകും. അതുകൊണ്ട് ചോറ് എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചേർക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ആരെടുത്ത പോലെയുള്ള കലത്തപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പച്ചരിയൊക്കെ വെച്ച് കുതിർത്ത് അരച്ചെടുക്കുന്നതിനേക്കാൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് ഷാനൂസ് കിച്ചണിലേക്ക് ഫോളോ ചെയ്യുക. പിന്നെ എന്താ പറയുക, മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു. ബൈ ഫ്രം ഷാനൂസ് കിച്ചൺ.